റെഡ് മീറ്റ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് കൊളറെക്ടൽ ക്യാൻസറിന് കാരണമാവും? ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് മീറ്റും കൊളറക്ടൽ ക്യാൻസറുമായിട്ട് നേരിട്ടൊരു റിലേഷനുണ്ട്. കൂടുതൽ റെഡ് മീറ്റ് കഴിക്കുന്നതനുസരിച്ച് നമുക്ക് കൊളറക്ടൽ ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. റെഡ് മീറ്റ് രണ്ട് രീതിയിലാണ് കൊളറക്ടൽ ക്യാൻസർ ഉണ്ടാകും. ഒന്ന്, ഈ റെഡ് മീറ്റിൻ്റെതായ ഇൻഹറൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ, ഇത് എങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ്. അപ്പോൾ നമ്മളിതിനെ ഫ്രൈ ആക്കിയോ ബാർബക്യൂ ചെയ്തോ പ്രോസസ്സ് ചെയ്തോ ഒക്കെ ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതിൽ ധാരാളം പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, അതുപോലെയുള്ള ഹെട്രാസൈക്ലിക് അമീൻസ്, ഇങ്ങനെയുള്ള, അത് സയൻറ്റിഫിക് വാക്കുകളാണ്, അങ്ങനെയുള്ള കെമിക്കൽസ് ഈ ഭക്ഷണത്തിൽ കൂടുതലുണ്ടാകും. അത് നമുക്ക് ഡയറക്റ്റ് കൊളറക്ടൽ ക്യാൻസറിന് സാധ്യതയുണ്ടാകും. പിന്നെ രണ്ടാമത്തേത്, ഈ നമ്മൾ റെഡ് മീറ്റ് ആസച്ച്, നമ്മൾ റെഡ് മീറ്റ് വെറുതെ എടുത്ത് കുക്ക് ചെയ്ത് കഴിക്കുന്നവർക്കുണ്ടാകുന്ന പ്രശ്നം. അതിനകത്ത് റെഡ് മീറ്റ് ആവാൻ, റെഡ് കളർ ആവാനുള്ള കാരണം വെച്ചാൽ അതിൽ ധാരാളം ഹീം, നമ്മൾ ഹീമോഗ്ലോബിൻ എന്ന് കേട്ടിട്ടില്ലേ, അതിലെ ഉള്ള ഒരു സാധനമാണ് ഹീം. അതിനൊരു റെഡ് കളറാണ്, അതുകൊണ്ടാണ് അത് ഈ റെഡ് മീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഹീം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ചെന്നിട്ട് അവിടെ അതിനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ ചില ടൈപ്പ് ടോക്സിക് കെമിക്കൽസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഹീം ഡിയോക്സിഡൈസ് ചെയ്യുമ്പം ചില ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. അതൊക്കെ നേരിട്ട് ഈ DNA ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ അത് ഈ രണ്ട് രീതിയിലാണ് നമുക്ക് റെഡ് മീറ്റ് പ്രോബ്ലം ഉണ്ടാകുന്നത്. റെഡ് മീറ്റ് കഴിക്കേണ്ടെന്നല്ല, പക്ഷേ ഓവർ കൺസ്യൂം ചെയ്യുന്നത് ചാൻസസ് അല്ലേ? കഴിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഹൈ ടെമ്പറേച്ചർ കുക്കിംഗ്, അതായത് ബാർബക്യൂ ചെയ്തോ പ്രോസസ്ഡ് മീറ്റ് ആയിട്ടോ ഒന്നും കഴിക്കരുത്. വാങ്ങിക്കുക, കറി വെച്ചോ അല്ലെങ്കിൽ ബേക്ക് ചെയ്തോ കഴിക്കുക.